الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم، إلى حضرات أهل الخير أجمعين وجميع أموات المسلمين، وإلى حضرات من ماتوا منا يا رب العالمين. اللهم وإلى حضرات من ماتوا منا وهم ماتوا من أهل هذا البلد، وإلى حضرات آبائنا وأمهاتنا ومشائخنا وأستاذنا وأقاربنا وجيراننا. اللهم وإلى حضرات من ماتوا منا يا رب العالمين، وإلى حضرة القاضي وإلى حضرة شيخنا المرحوم. اللهم اعل درجاتهم. اللهم انفعنا بعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين بحقهم وبجاههم وبكراماتهم. بارك لنا في جميع أمورنا، بارك في أمرنا هذا يا رب العالمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه وسلم، والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ മെഹറാജ് റജബ് 27 രാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള രാവാണ്. ഈ രാവിന്റെ പ്രത്യേകത, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി അള്ളാഹുവുമായി കണ്ടുമുട്ടിയ ഒരു രാവാണ്. ഈ സമുദായത്തിന് സമ്മാനമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു 5 വഖത്ത് നമസ്കാരം സമ്മാനമായി നൽകിയ രാവാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗവും നരകവും
പരലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കുകയും കാണുകയും ചെയ്ത രാവാണിത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുറാഖ് എന്ന് പറയുന്നൊരു പ്രത്യേക വാഹനം, മഹാനായ ജിബീരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ബുറാഖ് എന്ന വാഹനത്തിൽ മക്കയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രിയിൽ ആ വാഹനത്തിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലെത്തുന്നത്. അവിടെ നിന്നും ആകാശലോകത്തേക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയാണ്. ഇത് കഴിഞ്ഞപ്പോ മക്കത്ത് വന്ന് പിറ്റേ ദിവസം ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുമ്പോ മുശ്രിക്കുകളെല്ലാം വല്ലാതെ തമാശയാക്കി, നബിയെ വല്ലാതെ പരിഹസിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല, നിന്റെ മുഹമ്മദ് പറയുന്നത് നീ കേട്ടില്ലേ? എത്രമാത്രം വലിയ കെട്ട് കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും നീ അവരെ വിശ്വസിക്കുകയാണോ എന്ന് മക്കത്തെ മുശ്രിക്കുകൾ സിദ്ദീഖ് തങ്ങളുടെ കൂട്ടുകാരൊക്കെ ചോദിച്ചു എന്നാണ്. ആ സിദ്ദീഖ് തങ്ങൾ തിരിച്ചവരോട് ചോദിച്ചു, റസൂൽ അങ്ങനെ പറഞ്ഞോ, നബി അങ്ങനെ പറഞ്ഞോ? എങ്കിൽ ആമൻതു, ഞാനത് വിശ്വസിച്ചു, അതിലപ്പുറം ഇപ്പുറം ഇല്ല. അതാണ് സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യത്തിലും സത്യപ്പെടുത്തിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹീതമായൊരു അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട്, അള്ളാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം തൂരി സീനാ പർവ്വതത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെറിയൊരു വെളിച്ചം പ്രത്യക്ഷപ്പെടുമ്പോഴേക്ക് ഖറ മൂസാ വസൈഖ, അല്ലാഹുവിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ടില്ല. പക്ഷെ ചെറിയൊരു വെളിച്ചം പ്രത്യക്ഷപ്പെടുമ്പോഴേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ബോധം കെട്ട് വീണുപോയി എന്നാണ്. എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കാണുന്നു, അല്ലാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു തിരിച്ചുവിടുന്നു. വല്ലാത്തൊരു സംഭവം തന്നെ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനത്തിൽ റസൂലുള്ളാഹിയെയും കൊണ്ട് വഹിച്ചു പോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് അമ്പിയാക്കൾ ഒന്നിച്ച് റസൂലുള്ള ജമാഅത്തായി ഇമാമായി നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ രാത്രി തന്നെ ആകാശ ലോകത്തേക്ക് റസൂലുള്ള പോകുന്നു. ഒന്നാം ആകാശത്തും രണ്ടാം ആകാശത്തും മൂന്നാം ആകാശത്തും നാലാം ആകാശത്തും എല്ലാ ആകാശ ലോകങ്ങളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുമായി കണ്ടുമുട്ടുന്നു. ലോകത്തുള്ള മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം ആകാശ ലോകത്തേക്ക് റസൂലുള്ള വരുമ്പോൾ എല്ലാവരും സന്തോഷത്തിലും, എല്ലാവരും റസൂലുള്ളാഹിനെ കണ്ടിട്ട് സലാം പറയുകയും റസൂലുള്ളാഹിന്റെ കൈപിടിക്കുകയും റസൂലുള്ളാഹിനെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. ആകാശ ലോകത്ത് സന്തോഷത്തിന്റെ നിമിഷമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നരകം കാണിച്ചു കൊടുക്കുന്നു, സ്വർഗം കാണിച്ചു കൊടുക്കുന്നു, സ്വർഗത്തിലുള്ള പദവികളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. നരകത്തിൽ കടക്കുന്നവരും നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷയെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവസാന സമയം ജിബ്രീൽ സിദ്റത്തുൽ മുൻതഹ അതിന്റെ അടുത്തെത്തിയപ്പോൾ ജിബ്രീൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇനി അല്ലാഹുവിനെ കാണാനുള്ള സമയമാണ്, അല്ലാഹുവുമായി മുനാജാത്ത് നടത്താനുള്ള സമയമാണ്. ഈ സമയം എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബിയേ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയേ, ഇനി എനിക്കങ്ങോട്ട് പ്രവേശനമില്ല, നിങ്ങൾ എന്നെ ഒഴിവാക്കൂ, നിങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലൂ, എന്നിട്ട് റബ്ബുമായി നിങ്ങൾ മുനാജാത്ത് നടത്തൂ എന്ന് മഹാനായ ജിബ്രീൽ പറയുന്നു. കാരണം ജിബ്രീലിന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. ആരംഭ ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മുടെ നേതാവിനല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. വല്ലാത്തൊരു സംഭവം തന്നെ. ആ നേതാവിന് അള്ളാഹു കൊടുത്ത വലിയൊരു അവസരമാണ്. ഈ അവസരം നടന്ന സമയമാണ് മിഅ്റാജ്, റജബ് 27 ഈ രാവ് നമുക്ക് സന്തോഷമുള്ള രാവാണ്. ഈ ഉമ്മത്ത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അനുയായിക്കും സന്തോഷമുള്ള രാവാണ്. നമ്മുടെ നേതാവിന് അള്ളാഹു കൊടുത്ത അവസരത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. അല്ലാഹു തആല ഹബീബായ തങ്ങളുടെ ശഫാഅത്തും അവിടുത്തെ മദദും നമുക്ക് നൽകട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലുന്നു. കണ്ടപ്പോൾ തന്നെ സന്തോഷിക്കുന്നു. അത്തഹിയ്യാതു ലില്ലാഹ്, അല്ലാഹുവേ, എല്ലാ തിരുമൂൾ കാഴ്ചകളും പടച്ചവനെ നിനക്കാണ്, എല്ലാ അഭിവാദ്യങ്ങളും നിനക്കാണ് എന്ന് റബ്ബിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സമർപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അയ്യുഹൻ നബിയ്യു, നബിയേ അങ്ങേക്ക് സലാം. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സന്തോഷിക്കുന്ന സമയം നമുക്കറിയാമല്ലോ. ഒരാൾക്ക് അല്ലാഹുവുമായി നേരിട്ട് കാണാനുള്ള ഒരു അവസരം ലഭിച്ചാൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷം ലഭിച്ചാൽ സ്വന്തം കാര്യത്തിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിനെ കാണുന്ന ഈ ഒരു വല്ലാത്ത സന്തോഷകരമായ സന്ദർഭത്തിൽ അസ്റഫുൽ ഖൽഖിനോട് റസൂൽ അല്ലാഹു പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബിയെ നിങ്ങൾ എന്നോട് അഭിവാദ്യം അർപ്പിച്ചു, അങ്ങേക്ക് ഞാനും അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോ റസൂലുള്ള അവിടെ ഒന്ന് ജാസ്തിയാക്കി കൊടുക്കുകയാണ്. പോരെ, എനിക്ക് മാത്രം പോരാ അഭിവാദ്യം, മറിച്ച് സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾക്കും വേണം അല്ലാഹുവേ നിന്റെ സലാം എന്ന് പറഞ്ഞ് അതുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അത്തഹിയ്യാത്തുൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ടല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ട് സന്തോഷിച്ചു വരുമ്പോൾ അല്ലാഹു തആല സമ്മാനമായി 50 വഖ്ത് നമസ്കാരം സമ്മാനമായി കൊടുക്കുകയാണ്. റസൂലുള്ളാഹി അത് എടുത്ത് വേഗം വന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് മൂസാ നബി കാണുന്നത്. മൂസാ നബി പറഞ്ഞു, നബിയേ, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് 50 വക്തും കൊണ്ട് നിങ്ങളുടെ ഉമ്മത്തിന്റെ അടുത്ത് പോയാൽ, നിങ്ങളുടെ സമുദായത്തിൽ പോയാൽ അവർക്കിത് വലിയ വിഷമമാകും റസൂലേ, അതുകൊണ്ടൊന്ന് കുറച്ചു തരാൻ വേണ്ടി പറയാം. അള്ളാന്റെ റസൂല് തിരിച്ചു ചെല്ലുന്നു. അല്ലാഹു തആല 45 ചുരുക്കി കൊടുക്കുന്നു. പിന്നെ മൂസാ നബിന്റെ അടുത്ത് എത്തുന്നു. മൂസാ നബി പറയുന്നു, ഇതും നടക്കൂല. വീണ്ടും അള്ളാഹുവിന്റെ അടുക്ക പോയപ്പോ 40 കൊടുക്കുന്നു. വീണ്ടും മൂസാ നബിയുടെ അടുത്തെത്തിയപ്പോ മൂസാ നബി പറഞ്ഞു, ഇതും നടക്കൂല. അങ്ങനെ മാറി 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 15 10 അവസാനം 5 5 കൊണ്ട് അള്ളാന്റെ റസൂല് തിരിച്ചു വരുമ്പോൾ മൂസാ നബി പറഞ്ഞു, 5 നബിയേ നിങ്ങളുടെ സമുദായത്തിന് നടക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബിയെ, എനിക്ക് ലജ്ജയാവുന്നു ഇനിയും അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോവാൻ. ഈ 5 വഖ്ത് നമസ്കാരം പടച്ച റബ്ബ് തമ്പുരാൻ കൊടുത്തിട്ട്, 5 നേരത്തെ നമസ്കാരം റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തിട്ട് റബ്ബ് പറയുന്ന കാര്യമുണ്ട്, നബിയെ, ഈ 5 വഖ്ത് നമസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകും.
ഈ 5 വഖത്ത് നമസ്കാരം അത് അവൻ പാഴാക്കിയോ നഷ്ടപ്പെടുത്തിയോ ഉപേക്ഷിക്കുകയോ ചെയ്താൽ വഅദ്ദിബുഹു അദാബൻ ശദീദാ, നബിയെ അവരെ നാം ശക്തമായ ശിക്ഷ ശിക്ഷിക്കും. ശക്തമായ ശിക്ഷ. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാൾക്കും മുമ്പ് കൊടുത്തിട്ടില്ലാത്ത ശിക്ഷയാണ് അവനെ ശിക്ഷിക്കുക. നബിയെ ആ സമയത്ത് നിങ്ങൾ ശഫാഅത്തും കൊണ്ട് എന്റെ അനുയായിയാണ് എന്ന് പറഞ്ഞ് ശഫാഅത്തും കൊണ്ട് അവിടേക്ക് വരരുതേ നബിയേ. നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജാമ്യം എടുത്തു. റസൂലേ, നിങ്ങളുടെ സമുദായത്തിൽ നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു തആല കഠോരമായ ശിക്ഷ കൊടുക്കും. ആ കഠോരമായ ശിക്ഷ കൊടുക്കുമ്പോ ആ കാര്യത്തിൽ നിങ്ങൾ വന്ന് ഇടപെടരുത്, നിങ്ങൾ അവന് ശുപാർശ പറയാൻ വേണ്ടി വരരുത് എന്ന് അല്ലാഹു തആല വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ മിഅ്റാജിന്റെ രാത്രിയിൽ നമ്മൾ ആലോചിക്കേണ്ടത്, വളരെ 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 ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സമ്മാനം അത് ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം, നമ്മുടെ മക്കൾ നിലനിർത്തണം. നിസ്കരിക്കാത്ത ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത്. ആ വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല, ആ വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ 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 ഗൗരവത്തിലാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ളുഹുർ നമസ്കരിക്കാത്ത, അസ്ർ നമസ്കരിക്കാത്ത, മഗ്രിബ് നമസ്കരിക്കാത്ത, ഇശാ നമസ്കരിക്കാത്ത, സുബ്ഹ് നമസ്കരിക്കാത്ത പ്രായപൂർത്തിയായ ഒരൊറ്റ കുട്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നമ്മൾ എല്ലാവരെ കൊണ്ട് നിസ്കരിപ്പിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയ മക്കൾ 7 വയസ്സായാൽ അതിന് പ്രേരിപ്പിക്കണം. 10 വയസ്സായാൽ അവരെ നിർബന്ധമായും അവരെന്ത് ചെയ്യണം? അതിന് നിർബന്ധിച്ചു കൊണ്ടിരിക്കണം. അവരതിന് വേണ്ടിയിട്ട് അഥവാ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കാൻ പോലും നമ്മുടെ ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, വിശുദ്ധമായ റമളാനാണ് വരുന്നത്. നിസ്കാരത്തെ അകാരണമായി ഒരാൾ നിസ്കാരത്തിന് ഒരു കാരണമില്ലാതെ നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തിയാൽ ആ നഷ്ടപ്പെടുത്തിയ നിസ്കാരം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. വളരെ പെട്ടെന്ന്. കാരണത്തോടു കൂടെയാണ് ഖളാ ആയതെങ്കിൽ, ഉറക്കമോ അല്ലെങ്കിൽ മറതി കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഖളാ ആയി പോയതെങ്കിൽ ആ ഖളാ അവൻ വീട്ടണം. ഒരു കാരണവുമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് വീട്ടണം. വേറെ ഒരു പണിക്കും അവൻ പോകാൻ പാടില്ല. ഒരു പരിപാടിക്കും, കളിക്കാൻ പോവുക, സംസാരിക്കുക, വെറുതെ സംസാരിക്കുക, അനാവശ്യം ഒരു കാര്യത്തിലും അവൻ ഇടപെടാൻ പാടില്ല. സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ നോമ്പായി കഴിഞ്ഞാൽ തറാവി നിസ്കരിക്കാതെ ഒപ്പിക്കാനല്ല. തറാവി നിസ്കരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ പറയാം, എനിക്ക് കുറെ ഖളാ ഉണ്ട്, ഞാൻ നിസ്കരിക്കുന്നത് പറ്റൂലല്ലോ. അത് മാത്രമല്ല പറ്റാത്തത്, ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറ്റൂല, ഒന്നും പറ്റൂല. അപ്പൊ നമ്മൾ റമളാനാവാൻ കാക്കണ്ട ഇപ്പോൾ തന്നെ ഖളാ ആയ നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ വേഗം നമ്മൾ ഖളാ വീട്ടി ഒഴിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കണം അത്. രണ്ടാമത്തെ വേറൊരു കാര്യം, റമളാനാണ് വരുന്നത്. നമുക്കൊരുപാട് നോമ്പ് കടമുള്ളവരുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളായ സ്ത്രീകൾ, അതേപോലെ തന്നെ ആർത്തവമുള്ള കാലത്ത് നഷ്ടപ്പെട്ടു പോയത്, അതേപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയത്, ഇതെല്ലാം ഖളാ വീട്ടേണ്ട നോമ്പുകളാണ്. അത് ഖളാ വീട്ടാതെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ 1-2 കാര്യങ്ങൾ നമുക്കവിടെ സൂചിപ്പിക്കാനുണ്ട്. ഒരാൾ ഖളാ വീട്ടേണ്ട ഒരു നോമ്പ്, ആ ഖളാ വീട്ടേണ്ട നോമ്പ് കാരണമില്ലാതെ അവൻ പിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ നോമ്പില് കുറച്ച് ഖളാ ആയ നോമ്പുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടാനുള്ള സമയമാണിത്. ഇത് ഈ സമയവും വിട്ട്, അഥവാ നോമ്പങ്ങായിപ്പോയി, നോമ്പായി, അഥവാ നോമ്പായാൽ പിന്നെ നമുക്ക് ഖളാ വീട്ടാനുള്ള ആ കൊല്ലം നഷ്ടപ്പെട്ടു പോയി. ആ കൊല്ലം നമ്മൾ നഷ്ടപ്പെടുത്തി എന്തുകൊണ്ട്? വെറുതെ അലസമായിട്ട് വെറുതെ അങ്ങ് ഇട്ടേച്ചാണ്. എങ്ങനെ? നോമ്പ് എടുക്കണ്ട എന്നുള്ള നിലക്ക് തന്നെ അങ്ങനെ ഇട്ടേച്ചാണ്. ഒരു കാരണവും ഇല്ല, പ്രത്യേകമായൊരു നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാരണവും ഇല്ല.
ആ കാരണമില്ല, നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ടല്ലോ, ആ കാരണമില്ലാതെ വെറുതെയാണ് പിന്തിച്ചതെങ്കിൽ പിറ്റേത്തെ കൊല്ലം അവന് ഖളാ വീട്ടുകയും വേണം. ഈ പിന്തിച്ചതിന്റെ പേരിൽ ഒരു മുദ്ദ് കൊടുക്കുകയും വേണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 750 ഗ്രാം ഒരു നോമ്പിന് കൊടുക്കണം. അരി, നാട്ടിൽ കിട്ടുന്ന, നാട്ടിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അരി കൊടുക്കുക. ഇതാണ് ഖളാ വീട്ടിയിട്ട്. ഖളാ വീട്ടാതെ ഒരു വർഷം പിന്തിച്ചാലുള്ളത്. ഇനി 2 വർഷം പിന്തിച്ചാലോ ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. 2 വർഷം പിന്തിച്ചതിന് 2 മുദ്ദ് കൊടുക്കണം. 3 വർഷം പിന്തിച്ചാലോ 3 വർഷം പിന്തിച്ചതിന് 3 മുദ്ദ് കൊടുക്കണം, ഖളാ വീട്ടുകയും വേണം. വെറും മുദ്ദ് മാത്രം കൊടുത്താൽ പോരാ. അങ്ങനെയുണ്ട് ചിലത്. നോമ്പ് ഒഴിവായിപ്പോയതിന്റെ ഒരു മുദ്ദ് മാത്രം കൊടുക്കുക. അത് കൊടുക്കേണ്ടത് ആരാന്നറിയോ? ശമനം പ്രതീക്ഷയില്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ വാർദ്ധക്യം കൊണ്ടും മറ്റൊക്കെ കിടന്നുപോയ, നോമ്പെടുക്കാൻ കഴിയാത്ത നമ്മുടെ വീട്ടിലുള്ള ഉപ്പാപ്പമാർ ഉമ്മാമ്മമാരെ പോലത്തെ ഉണ്ടാവുമല്ലോ, ശമനം പ്രതീക്ഷയില്ലാത്ത അത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം, നോമ്പെടുക്കാൻ പറ്റാത്ത അത്തരം രോഗികൾ, അവർ നോമ്പെടുക്കേണ്ടതില്ല. നോമ്പെടുക്കുന്നതിന് പകരം അവർ ഓരോ നോമ്പിന് പകരവും ഓരോ മുദ്ദ് കൊടുത്താൽ മതി. അതാണ് അടുത്ത നിയമം. അല്ലാതെ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിയമമല്ലത്, മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന സ്ത്രീകളും അവരുടെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ, വയറ്റിലുള്ള കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടു. അതല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്ത് ആ കുട്ടിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടു. ഞാനിപ്പോ നോമ്പല്ലെടുത്ത കുട്ടിക്ക് പാലില്ലാണ്ടായിപ്പോ, അങ്ങനെ മാത്രം ഭയപ്പെട്ടു, കുട്ടിയുടെ കാര്യത്തിൽ മാത്രം. ഗർഭിണിയായ സ്ത്രീ അവളുടെ വയറ്റിലുള്ള കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടു. എന്തെങ്കിലും കുട്ടിക്ക് പറ്റിപ്പോകുമോ എന്ന ഭയമാണ്. ആ ഭയമാണെങ്കിൽ അവൾക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷേ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അതേപോലെ തന്നെ ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന നിലയിൽ കൊടുക്കുകയും വേണം. ശരിക്കും മനസ്സിലാക്കിയോ? ഇനി ഗർഭിണിയായ സ്ത്രീ, അവളുടെ കുട്ടിയുടെ കാര്യത്തിലും പ്രത്യേക ഭയമൊന്നുമില്ല, ഓളെ കാര്യത്തിൽ തന്നെ ഓൾക്ക് പേടി. മുലയൂട്ടുന്ന സ്ത്രീ, കുട്ടിയുടെ കാര്യത്തിൽ ഓക്ക് ഭയമൊന്നുമില്ല, ഓളെ സ്വന്തത്തിൽ തന്നെ ഓക്ക് പേടി, ഭയം, എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയം നോമ്പെടുത്താൽ. എങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഇനി മൂന്നാമത്തെ ഒരു വകുപ്പ്, ഈ ഗർഭിണിയായ സ്ത്രീ സ്വന്തം കാര്യവും ഭയപ്പെടുന്നു, വയറ്റിലുള്ള കുട്ടിയുടെ കാര്യവും ഭയപ്പെടുന്നു. 2 ഭയം ഈ സ്ത്രീക്കുണ്ട്. അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ സ്വന്തം കാര്യവും ഭയപ്പെടുന്നു, മുല കുടിക്കുന്ന ഈ കുട്ടിയുടെ കാര്യവും ഭയപ്പെടുന്നുവെങ്കിൽ, 2 ഭയമുണ്ടെങ്കിൽ, 2 ആളുടെ കാര്യത്തിലും ഭയമുണ്ടെങ്കിലും ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. മുദ്ദ് കൊടുക്കേണ്ട നിയമം മുലയൂട്ടുന്ന സ്ത്രീകളുടെ കാര്യത്തിലും ഗർഭിണികളുടെ കാര്യത്തിലും വരുന്നത്, അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. പക്ഷേ ഖളാ വീട്ടണം, മുദ്ദ് കൊടുക്കുകയും വേണം. ഇനി സ്വന്തം കാര്യം, അല്ലെങ്കിൽ സ്വന്തം കാര്യവും കുട്ടിയുടെ കാര്യവും ഇങ്ങനെയാണെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇതാണ് ശറഈന്റെ നിയമം. നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നോമ്പെല്ലാം മുമ്പേ തന്നെ, വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, ഇതെല്ലാം ഖളാ വീട്ടി, നിസ്കാരങ്ങൾ ഖളാ വീട്ടേണ്ടതൊക്കെ ഖളാ വീട്ടി ഈ പരിശുദ്ധമായ റമദാനിന് വേണ്ടി ഒരുങ്ങുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മയ്യത്ത്, നമ്മളൊക്കെ മരിച്ചു പോകും. എപ്പോഴാണ്, എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എത്ര ആളുകളാ വളരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ മരിച്ചു പോകുന്നത്. അല്ലാഹു തആല നമ്മളെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മരണവുമായി ബന്ധപ്പെട്ട് റൂഹ് പോവാൻ നോക്കുന്ന സമയത്ത് ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് സംസാരിച്ചു. ഇനി റൂഹ് പോയാൽ, മരിച്ചു എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? മരിച്ചു എന്ന് ഉറപ്പായാൽ ഉടനെ തന്നെ
ആ മയ്യത്തിന്റെ കൺപോളകൾ അടച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ മയ്യത്ത് റൂഹ് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ റൂഹ് പോകുന്നത് ഇങ്ങനെ നോക്കും. അപ്പൊ എന്ത്, ഈ കണ്ണിങ്ങനെ മറഞ്ഞു പോയിട്ടുണ്ടാവും. ആ മറഞ്ഞുപോയ കണ്ണ് നമ്മള് ഉടനെ തന്നെ അതെന്ത് ചെയ്യാ, പൂട്ടി കണ്ണ് ചിമ്മിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു വികൃതമായ ഒരു രൂപമായി മയ്യത്ത് മാറും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉടനെ കണ്ണ് ചിമ്മിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആ സമയത്ത് കണ്ണടക്കുന്ന സമയത്തും അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണടച്ചു കൊടുക്കുക. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു സുന്നത്ത് പറയാം. ഒരു ശീല എടുക്കുക. ആ ശീല കൊണ്ട് താടിയും തലയും കൂട്ടിയിട്ട് കെട്ടുക. അതിനങ്ങനെ കെട്ടുന്നത്, താടിയും തലയും കൂട്ടിയിട്ട് കെട്ടുന്നത് എന്തിനാണ്? താടിയും തലയും കൂട്ടിയിട്ട് കെട്ടുന്നത് മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വായ ഇങ്ങനെ പൊളന്നിട്ടുണ്ടാവും. ആ വായ പൊളന്നത് പിന്നീട് നമുക്ക് പൂട്ടാൻ കഴിയില്ല. മരിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, താടിയും തലയും കൂട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടുക. താടിയും തലയും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ശീല എടുത്തിട്ട് താടിയും തലയും കൂട്ടിയിട്ട് കെട്ടുക. ഈ രൂപത്തിൽ നമ്മൾ കെട്ടുക. അതും സുന്നത്താണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സുന്നത്ത്, മഹാന്മാര് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒരു ശീല കൊണ്ട് കെട്ടി അതേപോലെ തന്നെ കൈകാലുകളൊക്കെ എന്ത് ചെയ്യുക, നിവർത്തുക. അതായത് തലയെല്ലാം ഓരോ സന്തുക്കൾ ഇങ്ങനെ നിവർത്തുക, കൈകാലുകൾ നിവർത്തുക. കൈ, കാല്, അതേപോലെ തന്നെ ശരീരം, പിന്നെ ഊരേന്റെ ഭാഗമൊക്കെ ഒന്ന് പിന്നെ കിടന്ന മയ്യത്തിനൊന്ന് എഴുന്നേൽപ്പിച്ച്, ആരെങ്കിലും സഹായത്തിനുണ്ടാവണം, എഴുന്നേൽപ്പിച്ച് ഇരുത്തുക. കുറച്ച് സമയം, കുറച്ച് പ്രാവശ്യം ഇതിങ്ങനെ എന്ത് ചെയ്യുക, പരമാവധി സന്തുക്കൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന എല്ലുകൾ കൂടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്ത് ചെയ്യുക, നീർക്കുകയും മടക്കുകയും നീർക്കുകയും ചെയ്യുക. കാരണം അല്ലെങ്കിൽ വടി പോലെ നിൽക്കും. അങ്ങനെ മയ്യത്ത് വടി പോലെ നിന്നാൽ കുളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും. അതേപോലെ തന്നെ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം, അധികം വൈകിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഈ സംഗതികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. അതേപോലെ മരണസമയത്ത് ശരീരത്തിലുള്ള വസ്ത്രം, അതേത് വസ്ത്രമാണെങ്കിലും ആ വസ്ത്രം എന്ത് ചെയ്യുക, ശരീരത്തിൽ നീക്കി ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യുക, ഒരു നേരിയ തുണി കൊണ്ട് മുണ്ടോ മറ്റോ ഉണ്ടാവില്ല വീട്ടില്, ആ നേരിയ തുണി കൊണ്ട് തല മുതൽ കാല് വരെ മൂടുക. തല മുതൽ കാല് വരെ എന്ന് വെച്ചാൽ തലയുടെ അടിയിലേക്ക്, ഈ രൂപത്തിൽ അടിയിലേക്ക് പിന്നെ നമ്മൾ തുണി ഇങ്ങോട്ടാക്കിയിട്ട്, അതേപോലെ തന്നെ കാലിൻ്റെ അടിയിലേക്ക് തുണി ഇങ്ങോട്ടാക്കിയിട്ട് ആ രീതിയിൽ മൂടിക്കളയുക. ഇതാണ് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന്, ഏതെങ്കിലും നിലത്താണോ തറയിലാണോ മയ്യത്തുള്ളെങ്കിൽ ഉയരത്തിൽ കിടത്തുക, കട്ടിലിൽ കിടത്തുക. കട്ടിലിൽ കിടത്തുമ്പോൾ കട്ടിലിൽ വിരിപ്പോ പായയോ ഒന്നുമില്ലാതിരിക്കലാണ് ഉത്തമം. നമ്മൾ ശ്രദ്ധിക്കണം. കട്ടിലും ഒരു നല്ലൊരു ആവാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. രോഗിയെ കിടത്തുന്നത് പോലെ തന്നെ കിബിലക്ക് മുഖം വരുന്ന രൂപത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ് ചെരിച്ച് കിടത്താം. പക്ഷെ നമുക്ക് സൗകര്യപ്പെടുന്ന രൂപം എന്ന് വെച്ചാൽ മുഖം കിബിലയിലേക്ക്, അതായത് കാലിന്റെ ഉള്ളങ്കാല് കിബിലയിലേക്ക് വരുന്ന രീതിയിൽ മുഖം എന്ത് ചെയ്യുക, മുന്നിടിക്കലാണ്. അതായത് പിന്നെ അടിയിൽ തലയണ വെച്ചിട്ട് തല ചെറുങ്ങനെ പൊന്തിച്ചാല് മുഖം മുന്നിടുന്ന രൂപത്തിൽ വരും. ഇങ്ങനെ വെച്ചിട്ട് കിബിലയിലേക്ക് കാലിങ്ങനെ വെക്കുക, എന്നിട്ട് നേർന്ന് കിടക്കുക. അടിയിൽ ഒരു തലയിണം വെച്ച് കൊടുത്താൽ ശരിക്ക് ആ കടന്ന രൂപത്തിലാവും. ഇനി മയ്യത്തിന്റെ വയറ്റത്ത് ഘനമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. ഒരു 60 ഗ്രാം ഏകദേശം വരുന്ന അത്രയും ഘനമുണ്ട്. അധികം ഘനമുണ്ടാവാൻ പാടില്ല. അത് ഇരുമ്പായിരിക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ജീവനുള്ള ഒരാളുടെ വയറ്റത്ത് വെച്ചാൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള കനമുള്ള അത്രയും കനമുള്ള സാധനങ്ങളൊന്നും മയ്യത്തിന്റെ ശരീരത്തിന്റെ മേലും വെക്കാൻ പാടില്ല. വസ്ത്രത്തിന്റെ അടിയിലും വെക്കാം, വസ്ത്രത്തിന്റെ മീതയും വെക്കാം. പക്ഷെ വസ്ത്രത്തിന്റെ മീതയായിരിക്കലാണ് നല്ലത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? അടുത്ത കുടുംബത്തിൽപ്പെട്ട അടുത്ത ബന്ധുക്കള്, മയ്യത്തിനോട് കൃപയുള്ള ബന്ധുക്കള്, അവരാണിത് ചെയ്യേണ്ടത്. പുരുഷന്മാർ, സ്ത്രീകൾക്ക് സ്ത്രീകളുമാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ഭർത്താവിന് ഭാര്യയുടെ ചെയ്യാം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഇതൊക്കെ ചെയ്യാം. അന്യരല്ലാത്തവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതാണ്. ഇനി മയ്യത്തിനെ ചുംബിക്കല് വീട്ടുകാർക്കും സ്നേഹിതന്മാർക്കൊക്കെ മയ്യത്തിനെ ചുംബിക്കാം.
സാലിഹ്യങ്ങൾപ്പെട്ട വല്ലവരുമാർ മരണപ്പെട്ടതെങ്കിൽ ആ മയ്യത്തിനെ ചുംബിക്കൽ എല്ലാവർക്കും സുന്നത്താണ്. പക്ഷേ അന്യപുരുഷനും അന്യ സ്ത്രീകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. അത് വേറെ തന്നെ പറയേണ്ടതില്ല. കാണാനും പാടില്ല, തൊടാനും പാടില്ല, ഒന്നും പാടില്ല. മറ്റൊരു കാര്യം, മയ്യത്ത് നമസ്കാരത്തിനും അതേപോലെ തന്നെ പ്രാർത്ഥനയിലുമൊക്കെ അധികം ആളുകൾ പങ്കുചേരൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത്രയും ആളുകൾ ശഫായത്ത് ചെയ്താൽ ഇവന് സ്വർഗപ്രവേശനമാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ മരണ വിവരം പരമാവധി എല്ലാവരിലേക്കും ഏലാമ് ചെയ്യുക, അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകം സുന്നത്താണ്. അത് ഓരോരുത്തരൊക്കെ പറഞ്ഞേച്ചൊക്കെ ചെയ്യാം. പക്ഷെ ഇന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായൊരു കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയുമാണ് മരിച്ച ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടെടുക്കണം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. മിഅ്റാജിന്റെ രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയൊരു പ്രാർത്ഥന, ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ മദദ് കൊണ്ടും ശഫാഅത്ത് കൊണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നീ ഈമാൻ നൽകണേ റബ്ബേ. അറിവ് പഠിപ്പിക്കാനും അറിവ് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ്, പഠിക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവിധ വിഷമങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, രോഗികളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സന്തോഷത്തിൽ മരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഹബീബായ തങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് കേൾക്കാം.